അർജുൻ രാജു കൂടെ തിരുവനന്തപുരത്ത് നിന്ന് നമ്മോടൊപ്പം ചേരുന്നത്. അർജുൻ, കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ അവിടെ? സർക്കാരിന് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ കോസ്റ്റ് ഗാർഡ് നൽകിയിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: 22 തൊഴിലാളികൾ കപ്പലിലുണ്ടായിരുന്നു. അതിൽ 18 പേർ കടലിൽ ചാടി. ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. കപ്പൽ പൂർണ്ണമായും മുങ്ങിയിട്ടില്ല എന്നുള്ളതാണ് കോസ്റ്റ് ഗാർഡ് അറിയിച്ചതെന്നാണ് സർക്കാർ അറിയിക്കുന്നത്. കപ്പലിലെ തൊഴിലാളികൾ കേരള തീരത്തേക്ക് എത്തുകയാണെങ്കിൽ അവർക്ക് കൃത്യമായി ചികിത്സ ഉറപ്പാക്കാൻ ഇപ്പോൾ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എറണാകുളം, കോഴിക്കോട് ജില്ലാ കളക്ടർമാർക്കാണ് ഇത് സംബന്ധിച്ച് തയ്യാറെടുപ്പുകൾ നടത്താൻ, മുൻകരുതലുകൾ സ്വീകരിക്കാൻ ഇതിനോടകം തന്നെ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇത് സംബന്ധിച്ച് അല്പസമയം മുൻപ് ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. നേരത്തെ ഉണ്ടായിട്ടുള്ള അപകടത്തിന്റെ അത്ര ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇപ്പോൾ കേരള തീരത്ത് ഇല്ല എന്നാണ് നിലവിലെ ഒരു വിലയിരുത്തൽ. കാരണം ഇത് കേരള തീരത്ത് നിന്ന് ഏകദേശം 144 കിലോമീറ്റർ അകലെയാണ്. അതുകൊണ്ട് തന്നെ ഈ കണ്ടെയ്നറുകൾ ഒഴുകി വരാനൊക്കെ ഒരു സാഹചര്യം ഇപ്പോഴുണ്ടോ എന്നുള്ളത് വിലയിരുത്തുകയാണെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ചിട്ടുള്ള സർക്കാരിന്റെ വിശദീകരണം ഇങ്ങനെയാണ്. എന്തായാലും ഇത് സംബന്ധിച്ച ഒരു വിലയിരുത്തൽ ഇപ്പോൾ സർക്കാർ നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇപ്പോഴില്ല. മറ്റത് കണ്ടെയ്നറുകൾ കൊച്ചി തീരത്തായിരുന്നു. അതുകൊണ്ട് തന്നെ കേരള തീരത്തേക്ക് പെട്ടെന്ന് ഒഴുകി വരാനുള്ള സാഹചര്യം അന്ന് ഉണ്ടായിരുന്നു. പക്ഷേ ആ രീതിയിലേക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്ന് സർക്കാർ വിലയിരുത്തുന്നുണ്ട്. കാരണം അത് കുറെ കൂടി അകലെ ആയതുകൊണ്ട് തന്നെ ഈ കണ്ടെയ്നറുകൾ പെട്ടെന്ന് കേരള തീരത്തേക്ക് ഒഴുകി വരാനുള്ള സാഹചര്യം ഇപ്പോഴുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വിലയിരുത്തുന്നില്ല. കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കട്ടെ. കോസ്റ്റ് ഗാർഡ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിനനുസരിച്ച് മറ്റ് നടപടികളിലേക്കും മുൻകരുതലിലേക്കും കടക്കാമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുള്ളത്. ഇക്കാര്യം മുഖ്യമന്ത്രിയെ കൂടി ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ ഇന്ത്യൻ നേവിയുടെ വിമാനങ്ങൾ അങ്ങോട്ടേക്ക് രക്ഷാദൌത്യത്തിനായിട്ട് പോകുന്നതിന്റെ ദൃശ്യങ്ങളല്ല, അതിന്റെ ട്രാക്കറാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഫ്രെയിം നമ്മൾ സ്ക്രീനിൽ കാണുന്നത് അതാണ്. ഇന്ത്യൻ നേവിയുടെ വിമാനങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നതിൻ്റെ ഒരു ട്രാക്കറാണ്, ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. അല്പം മുമ്പ് 1:31 PRO ഡിഫൻസ് കൊച്ചിയുടെ ട്വിറ്റർ ഹാൻഡിലിൽ ഇങ്ങനെയൊരു വിവരം വന്നിട്ടുണ്ട്. ഇക്കാര്യം കൺഫേം ചെയ്തുകൊണ്ട് ഒരു ഫോട്ടോ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓൺ 9 June 2025 ഫയർ ഇൻസിഡന്റ് റിപ്പോർട്ടഡ് ഓൺ ബോർഡ് സിംഗപ്പൂർ ഫ്ലാഗ്ഡ് കണ്ടെയ്നർ വെസൽ MV Van Hai 503 78 നോട്ടിക്കൽ മൈൽ ഓഫ് ബേപ്പൂർ എന്നാണ്. ബേപ്പൂരിൽ നിന്ന് 78 നോട്ടിക്കൽ മൈൽ ദൂരത്തിലാണ് ഈ അപകടം ഉണ്ടായതെന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ത്യൻ നേവി ഡൈവേർട്ടഡ് INS സൂറത്ത് ആൻഡ് പ്ലാൻഡ് DO sortie ഫ്രം INS ഗരുഡ. ഇന്ത്യ കോസ്റ്റ് ഗാർഡ് ഡിപ്ലോയ്ഡ് മൾട്ടിപ്പിൾ അസറ്റ്സ് ഇൻക്ലൂഡിംഗ് CG ഡോണിയർ ഫോർ റെസ്ക്യൂ ആൻഡ് അസസ്മെൻറ്റ്. നടപടികൾ ഉടനടി എടുത്തിരിക്കുന്നു എന്നാണ് നമ്മളെ ഡിഫൻസ് സംവിധാനത്തിൻ്റെ PRO കൊച്ചിയിൽ നിന്ന് അറിയിക്കുന്നത്. ഇന്ത്യൻ നേവി INS സൂറത്തും അങ്ങോട്ടേക്ക് ഡൈവേർട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. INS ഗരുഡയുടെ സംവിധാനങ്ങളുണ്ട്. കോസ്റ്റ് ഗാർഡ് ഈ ഡോണിയർ വിമാനങ്ങൾ ഉൾപ്പെടെ മറ്റ് സംവിധാനങ്ങൾ കൂടെ അങ്ങോട്ടേക്ക് വിട്ട് രക്ഷാദൗത്യം അതിവേഗത്തിൽ നടത്താനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന വിവരം PRO ഡിഫൻസ് കൊച്ചി എന്ന ട്വിറ്റർ ഹാൻഡിലൂടെ നമ്മൾ അറിയുന്നു.